Hey friends, welcome to Cybertech channel. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്കൊക്കെ ഫോണിൽ വൈഫൈ കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വൈഫൈയുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. കുറേ പേരോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ പാസ്വേഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വൈഫൈ പാനലൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു QR കോഡ് കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഇതുപോലെ ആണല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ QR കോഡ്. അപ്പോൾ ഈ QR കോഡ് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ വൈഫൈ നിങ്ങളുടെ SSID നെയിം കാണാൻ പറ്റും. ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഇതിൻ്റെ പാസ്വേഡ് എന്താണ്, ഈ QR കോഡിൽ എന്ത് പാസ്വേഡ് ആണുള്ളത്, എന്താണ് അതിൻ്റെ SSID. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. വിൻഡോസിൽ ഇത് നമുക്ക് QR കോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊബൈലിൽ ഈ ഒരു വൈഫൈ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെസ്, ഡെഫിനറ്റ്ലി പറ്റും. പക്ഷേ കുറച്ച് വർക്കുണ്ട്. ഡയറക്റ്റ് ഇതിൽ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട്. വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്. നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ വൈഫൈയിൽ കാണുന്ന ഒരു QR കോഡ് ഉണ്ടല്ലോ. നമുക്ക് വൈഫൈ സെറ്റിങ്സിൽ ഇപ്പോൾ വൈഫൈ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ വൈഫൈ ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് കാണിക്കാം. നിങ്ങൾക്കൊരു QR കോഡ് നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ കാണും ഈ ഒരു QR കോഡ്. അപ്പം നമുക്കൊരിക്കലും നമ്മുടെ ഫോണിൽ നിന്നുകൊണ്ട് ഈ ഒരു QR കോഡ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ എന്തെങ്കിലും ഒരു സെറ്റിംഗ്സ് വെച്ചിട്ട് നമുക്ക് QR കോഡ് കാണാൻ പറ്റില്ല. കാരണം ഭയങ്കര സെക്യൂർഡ് ആണ് വൈഫൈ കണക്ഷൻ. പക്ഷേ നമുക്ക് ഈ QR കോഡ് എങ്ങനെ അതിനകത്തുള്ള വൈഫൈ SSID നെയിമും പാസ്വേഡും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ഒരു ഫോൺ വെച്ച് തന്നെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു QR കോഡിൻ്റെ ഒന്ന് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്ത് എടുക്കുന്നത്. വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും ഉണ്ടല്ലേ. ഒരു സ്ക്രീൻഷോട്ട് ഇപ്പം ക്യാപ്ചർ ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിനി എൻ്റെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയ ഉണ്ട്, ZXING.org ZXING.org എന്നാണ്. അപ്പോൾ അത് എൻ്റർ ചെയ്തു. അപ്പോൾ ഇതുപോലൊരു വെബ്സൈറ്റിൽ വന്നു. ഈ വെബ്സൈറ്റിൽ വരുമ്പം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചൂസ് ഫയൽ എന്ന് ഇവിടെ കാണാം. ഈ ചൂസ് ഫയൽ കൊടുക്കുക, അലോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്ത ഒരു ഫയലുണ്ടല്ലോ, ആ സ്ക്രീൻഷോട്ട്, അത് നമുക്കെടുക്കാം. ഓക്കെ, ഇതാണ് ആ ഫയല്. അപ്പം അത് അവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. അവിടെ കണ്ടില്ലേ, എൻ്റെ ഒരു വൈഫൈ പാസ്വേഡ് എന്ന് പറയുന്നത് വൈഫൈ റിപ്പീറ്റർ എന്നാണ്. ആ വൈഫൈ SSIDയുടെ നെയിം നിങ്ങൾക്ക് കാണാം. വൈഫൈ റിപ്പീറ്റർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് ഏത് സെക്യൂരിറ്റി പ്രോട്ടോക്കോളിലാണ് അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോളിലാണ് കിടക്കുന്നത് WPA കാണുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പാസ്വേഡാണ് ഈ കാണിക്കുന്നത്, PASS1234. ഇത്രയും ഡേറ്റ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു നമ്മുടെ QR കോഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ കമ്പ്യൂട്ടറിലുള്ളത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുന്നേ. അപ്പോൾ ഈ ഒരു QR കോഡ് എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വൈഫൈ നിങ്ങളുടെ ഫോണിൽ കണക്റ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ പാസ്വേഡ് അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ആ പാസ്വേഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്. ഇനി പുതിയ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം.